ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഊഞ്ഞാലാട്ടത്തിനും പഴയ ക്ലോക്കിലെ പെൻഡുലത്തിനും എന്തിന് നമ്മൾ ഗിറ്റാർ മീട്ടുമ്പോൾ ആ കമ്പികൾ വിറയ്ക്കുന്നതിനും തമ്മിൽ എന്താണൊരു പൊതുവായ ബന്ധമെന്ന്? ഇതെല്ലാം ഒരേ തരം ചലനങ്ങളാണ്. ഇന്ന് നമ്മൾ ഈ ആവർത്തന ചലനങ്ങളെക്കുറിച്ചാണ്, അതായത് ഓസിലേഷൻസ് അല്ലെങ്കിൽ ദോലനങ്ങളെക്കുറിച്ചാണ് വേഗത്തിലൊന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അപ്പോ ഒരു പാർക്ക് സങ്കൽപ്പിക്കുക. അവിടെ ഒരു ഊഞ്ഞാലില് ഒരു കുട്ടി ഇങ്ങനെ ആടെയാണ്. അടുത്ത് നിൽക്കുന്ന രണ്ട് കൂട്ടുകാർ തമ്മിലൊരു ചെറിയ തർക്കം. ഒരാൾ പറയുന്നു, ഹേ, അവള് 10 തവണയാടി. മറ്റേ ആള് സമ്മതിക്കുന്നില്ല. അല്ല, 5 തവണയേ ആയിട്ടുള്ളൂ എന്ന്. ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തില് ആരാണ് ശരി പറയുന്നത്? 10 ആടിയെന്നാണോ അതോ 5 ആയുള്ളൂ എന്നാണോ? ഈ തർക്കം തീർക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ. ഒരു ആട്ടം, അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു ദോലനം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോ നമുക്കതൊന്ന് നോക്കാം, അല്ലേ? ശരി, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഒരു ഓസിലേഷൻ അഥവാ ദോലനം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം മതി ആ പാർക്കിലെ കുട്ടികളുടെ തർക്കം നമുക്ക് ഈസിയായിട്ട് പരിഹരിക്കാം. വളരെ സിമ്പിളാണ്. ഒരു ദോലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിന്റെ നടുവിലുള്ള ഒരു പോയിന്റില്ലേ, അതിനെ നമ്മൾ തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ആ പോയിന്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താളത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, അത്രയുള്ളൂ. അപ്പോ ഒരു ഫുൾ ഓസിലേഷൻ, അതായത് ഒരു പൂർണ്ണ ദോലനം എങ്ങനെയാണ് നമ്മൾ എണ്ണുന്നത്? അതിനൊരു വഴിയുണ്ട്. ഊഞ്ഞാൽ അതിന്റെ ഏറ്റവും താഴെയുള്ള പോയിന്റ്, അതായത് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വെക്കാം. അവിടെ നിന്ന് ഒരു സൈഡിലേക്ക്, അതായത് എയിലേക്ക് പോകുന്നു, പിന്നെ മറ്റേ അറ്റമായ ബിയിലേക്ക് പോകുന്നു. എന്നിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റായ ഒയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ 1 എന്ന് എണ്ണുന്നത്. അതാണ് ഒരു ദോലനം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും എണ്ണാം. ഊഞ്ഞാൽ ഏറ്റവും പൊങ്ങിയൊരു പൊസിഷനില്ലേ, അതായത് എയിൽ നിന്ന് തുടങ്ങുന്നു വിചാരിക്കുക. അവിടുന്ന് നേരെ മറ്റേ അറ്റം ബി വരെ പോയി തിരിച്ച് അതേ പോയിന്റായ എയിലേക്ക് തന്നെ എത്തുമ്പോഴും ഒരു ദോലനം പൂർത്തിയായി. അപ്പോ നമ്മുടെ പാർക്കിലെ തർക്കത്തിനൊരു പരിഹാരമായില്ലേ? 5 ആട്ടം എന്ന് പറഞ്ഞ കുട്ടിയാണ് ശരി പറഞ്ഞത്. മറ്റേ കുട്ടി ഒരു സൈഡിലേക്ക് പോകുന്നത് തന്നെ 1 എന്ന് എണ്ണുകയായിരുന്നു. പാവം. ഓക്കെ, അപ്പോൾ ഒരു ദോലനം എന്താണെന്ന് നമുക്കിപ്പോൾ ക്ലിയറായി. പക്ഷെ ഒരു ചോദ്യമുണ്ട്, എല്ലാ ദോലനങ്ങളും ഒരുപോലെയാണോ? അല്ലല്ലോ. ചിലപ്പോൾ ഊഞ്ഞാൽ ഒരുപാട് ഉയരത്തിൽ പോകും, ചിലപ്പോൾ കുറച്ചേ പോകൂ. ചിലപ്പോൾ വേഗത്തിലാടും, ചിലപ്പോൾ പതുക്കെ. അപ്പൊ ഈ ചലനങ്ങളെ നമുക്കെങ്ങനെ കൃത്യമായി അളക്കാം? അതിനുള്ള കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആളാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ആ നടുക്കുള്ള പോയിന്റില്ലേ, തുലനസ്ഥാനം, അവിടെ നിന്ന് ഒരു വശത്തേക്ക് മാക്സിമം എത്ര ദൂരം പോകുന്നുണ്ട്, അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഊഞ്ഞാലിന്റെ കേസിൽ പറഞ്ഞാല് അതെത്രത്തോളം പൊക്കത്തിൽ പോകുന്നു എന്നതിന്റെ ഒരു അളവ്. അടുത്തത് പീരിയഡ്. ഇതിന്റെ സിമ്പിൾ ടി ആണ്. ഒരു ഫുൾ ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുന്നു, അതാണ് പീരിയഡ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു പെൻഡുലം ക്ലോക്ക് 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് കൊണ്ട് 30 തവണ ആടുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഒരു തവണ ആടാൻ എത്ര സമയമെടുത്തു? 60നെ 30 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം 2 സെക്കൻഡ്. അപ്പോൾ ആ പെൻഡുലത്തിന്റെ പീരിയഡ് 2 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഒരു ദോലനത്തിലുള്ള സമയം നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചാലോ? 1 സെക്കൻഡില് എത്ര ദോലനങ്ങൾ നടക്കുന്നുണ്ടാവും? അതിനുള്ള ഉത്തരമാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി. 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ നടക്കുന്നു എന്നതിന്റെ കണക്കാണിത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഹേർട്സ് അല്ലെങ്കിൽ ഹേർട്സ് എന്ന് പറയും. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് ഹേർട്സിന്റെ ഓർമ്മയ്ക്കായാണ് ആ പേര് നൽകിയിരിക്കുന്നത്. അപ്പോ ഇവര് രണ്ടാളും തമ്മിലുള്ള ബന്ധമെന്താ? പീരിയഡും ഫ്രീക്വൻസിയും ഒരു സീസോ പോലെയാണെന്ന് ഓർത്താ മതി. ഒന്ന് കൂടുമ്പം മറ്റേത് കുറയും. അതായത് ഒരു ദോലനത്തിന് ഒരുപാട് സമയമെടുക്കുന്നുണ്ടെങ്കിൽ, അതായത് പീരിയഡ് കൂടുതലാണെങ്കിൽ 1 സെക്കൻഡിൽ കുറച്ച് ദോലനങ്ങളെ നടക്കുകയുള്ളൂ, അല്ലേ? അപ്പൊ ഫ്രീക്വൻസി കുറവായിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെ. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ബേസിക്സ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐഡിയയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തുള്ള ഓരോ വസ്തുവിനും അതിൻ്റേതായ ഒരു പ്രത്യേക താളമുണ്ട്. അതിനെ ഒന്ന് ശല്യപ്പെടുത്തിയാൽ അതൊരു പ്രത്യേക രീതിയിൽ വിറയ്ക്കാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഒരു ട്യൂണിംഗ് ഫോർക്കാണ്.
അതിലൊന്ന് തട്ടിയാ മതി, അതൊരു പ്രത്യേക ശബ്ദത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു വിറയ്ക്കുന്നത് കേൾക്കാം. അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. വേറെ ഏത് ഫ്രീക്വൻസിയിലും അത് വിറയ്ക്കാൻ ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പം ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയുണ്ട്. പക്ഷേ എപ്പോഴും ഒരു വസ്തു ഒറ്റയ്ക്കാവല്ലല്ലോ വിറയ്ക്കുന്നത്. വിറയ്ക്കുന്ന ഒരു വസ്തു അതിന്റെ അടുത്തുള്ള വേറൊരു വസ്തുവിനെ കൂടി സ്വാധീനിക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ എന്ത് സംഭവിക്കും? അതിനെയാണ് നമ്മൾ പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾ മറ്റൊരാളെ വിറയ്ക്കാൻ നിർബന്ധിക്കുന്നു. നേരത്തെ പറഞ്ഞ ട്യൂണിംഗ് ഫോക്ക് എടുത്ത് വിറപ്പിച്ചിട്ട് ഒരു മേശയുടെ മുകളിൽ വെച്ച് നോക്കൂ. ആ മേശയും കൂടെ പതിയെ ഒന്ന് വിറയ്ക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പുറത്തുനിന്ന് വരുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ഫ്രീക്വൻസിയും ആ രണ്ടാമത്തെ വസ്തുവിന്റെ സ്വന്തം നാച്ചുറൽ ഫ്രീക്വൻസിയും ഒന്നായാൽ എന്ത് സംഭവിക്കും? രണ്ടും ഒരേ താളത്തിലായാൽ അപ്പോഴാണ് അനുനാദം അഥവാ റെസൊനൻസ് എന്ന അത്ഭുത പ്രതിഭാസം സംഭവിക്കുന്നത്. അവിടെ ആ കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ ഭയങ്കരമായി കൂടും. ആംപ്ലിറ്റ്യൂഡ് അങ്ങ് ആകാശം മുട്ടും. ഈ റെസൊനൻസ് എന്താണെന്ന് കാണാൻ ഇതിലും നല്ലൊരു പരീക്ഷണമില്ല. ഇവിടെ നോക്കൂ, ഒരു മരക്കട്ടയിൽ പല നീളത്തിലുള്ള ഹാക്സോ ബ്ലേഡുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരേ നീളമുള്ള ബ്ലേഡുകൾക്ക് ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. അതായത് അവയ്ക്ക് വിറയ്ക്കാൻ ഇഷ്ടം ഒരേ താളത്തിലാണ്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോണേ, നമ്മള് എ എന്ന പേരുള്ള ബ്ലേഡിലൊന്ന് തട്ടുന്നു. എന്തുപറ്റി? മറ്റെല്ലാ ബ്ലേഡുകളും ചെറുതായൊന്ന് വിറയ്ക്കുന്നുണ്ട് അല്ലേ? അത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കൂ, എയുടെ അതേ നീളമുള്ള സിയും ഇയും മാത്രം കിടന്ന് തുള്ളുന്നത് കണ്ടോ? അവയുടെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. എന്താ കാരണം? എയുടെ ഫ്രീക്വൻസിയും സി, ഇ എന്നിവയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഒന്നാണ്. അവിടെ റെസൊനൻസ് സംഭവിച്ചു. ഇത്രയുള്ളൂ സംഭവം. അപ്പോ ഈ ദോലനം, റെസൊനൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് തരംഗങ്ങളുമായി, അതായത് വേവ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഊർജം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്? നമുക്ക് നോക്കാം. വേവ് മോഷൻ അഥവാ തരംഗചലനം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഊർജം കൈമാറ്റം ചെയ്യാനുള്ള ഒരു വഴിയാണ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. വസ്തുക്കൾ കൂടെ പോകുന്നില്ല, ഊർജം മാത്രമേ പോകുന്നുള്ളൂ. ഒരു സ്ലിങ്കി കളിപ്പാട്ടം കണ്ടിട്ടില്ലേ? അതിന്റെ ഒരറ്റത്ത് നമ്മളൊരു കുലുക്കം കൊടുത്താൽ ആ കുലുക്കം മറ്റേ അറ്റം വരെ പോകും. പക്ഷെ ആ സ്ലിങ്കിയിലെ ഓരോ വളയവും മുന്നോട്ടു പോയോ? ഇല്ല. അവ അതാതിന്റെ സ്ഥാനത്ത് നിന്ന് മുകളിലോട്ടും താഴോട്ടും ദോലനം ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ പോയത് എനർജിയാണ്. ഇനി എല്ലാ തരംഗങ്ങളും ഒരുപോലെയല്ല. പ്രധാനമായും 2 തരമുണ്ട്. ചില തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം, ഒരു വഴി വേണം. ഉദാഹരണത്തിന് ശബ്ദം. വായുവില്ലാതെ ശബ്ദം കേൾക്കില്ല, വെള്ളത്തിനടിയിലും ശബ്ദം കേൾക്കാം. ഇവരെയാണ് നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അങ്ങനെ ഒരു പ്രശ്നവേ ഇല്ല. അവർക്ക് ശൂന്യതയിലൂടെ പോലും പോകാം. അതാണ് പ്രകാശവും റേഡിയോ തരംഗങ്ങളും ഒക്കെ. അതുകൊണ്ടാണല്ലോ ബഹിരാകാശത്ത് നിന്ന് സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇവരെയാണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, നമ്മളൊരു പാർക്കിലെ ഊഞ്ഞാലാട്ടത്തിൽ നിന്ന് തുടങ്ങി റെസൊനൻസ് എന്ന അതിശക്തമായൊരു പ്രതിഭാസം വഴി തരംഗങ്ങൾ വരെ എത്തി. നമ്മൾ റേഡിയോയിൽ പാട്ടുവെക്കുന്നതും ഗിറ്റാർ വായിക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കുന്നതുമൊക്കെ ഈ റെസൊനൻസ് കാരണമാണ്. പക്ഷേ ഇതിന്റെ ശക്തി അത്ര ചെറുതല്ല. ചിലപ്പോൾ വലിയ പാലങ്ങളെ വരെ തകർക്കാൻ റെസൊനൻസിന് കഴിയും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഇത്രയും ശക്തമായ ഈ പ്രതിഭാസം നമ്മളറിയാതെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് വേറെ എവിടെയൊക്കെയായിരിക്കും അതിന്റെ കളി കളിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.